പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ. കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരോട് ഇപ്പോൾ നന്ദി പറഞ്ഞിരിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ താരം. ബ്ലാസ്റ്റേഴ്സിന്റെ മോശമായ അവസ്ഥയിലും ഞങ്ങളുടെ കൂടെ നിന്ന ആരാധകർക്ക് 1000 നന്ദി പറയുന്നു എന്നുള്ളൊരു കാര്യം ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ താരം. എന്തായാലും നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. അതിനുമുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം 80% പേരും ചാനൽ ഇതുവരെയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തില്ല. ഇതുപോലുള്ള കേരള ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റ്സുകൾക്കും ISL അപ്ഡേറ്റ്സുകൾക്കുമായി മറക്കാതെ തന്നെ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ തന്നെ കടക്കാം. എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഇപ്പോൾ നന്ദി പറഞ്ഞുകൊണ്ട് ഇപ്പോൾ മുൻപോട്ട് വന്നിരിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ താരമായ ഐവാൻ ഡോഹ്ലിംഗ്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ഈ സീസൺ നല്ല രീതിയിൽ അവസാനിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞില്ല, എന്നാൽ ഇനി മുന്നിലുള്ളത് സൂപ്പർ കപ്പാണ്. സൂപ്പർ കപ്പിൽ മികച്ച പ്രകടനം തന്നെ നടത്താൻ ബ്ലാസ്റ്റേഴ്സിന് കഴിയുമെന്നാണ് ഞാൻ നിലവിൽ വിചാരിക്കുന്നതെന്നാണ് ഇപ്പോൾ ഐവാൻ ഡോഹ്ലിംഗ് പറയുന്നത്. എന്തായാലും സൂപ്പർ കപ്പിൽ മികച്ച പ്രകടനം തന്നെ നടത്തുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ട്രോഫിക്കായി തന്നെ പോരാടുമെന്നും ഐവാൻ ഡോഹ്ലിംഗ് പറയുന്നുണ്ട്. കൂടാതെ ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഞങ്ങൾക്ക് മോശമായ സമയത്തും അതുപോലെ തന്നെ നല്ല സമയത്തും എല്ലാം ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ കൂടെ നിന്ന ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് 1000 നന്ദി പറയുന്നു എന്നും ഇപ്പോൾ ഐവാൻ ഡോഹ്ലിംഗ് നിലവിൽ എടുത്തു പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടായ ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് അദ്ദേഹം ഇക്കാര്യം ഇപ്പോൾ തുറന്നു പറഞ്ഞിട്ടുള്ളത്. എന്നാൽ സൂപ്പർ കപ്പിൽ ട്രോഫിക്ക് വേണ്ടി തന്നെ പോരാടുമെന്നാണ് ഇപ്പോൾ ഐവാൻ ഡോഹ്ലിംഗ് പറയുന്നത്. നമ്മുടെ മുന്നിലുള്ള ഇനി ഒരേ ഒരു ലക്ഷ്യം എന്ന് പറയുന്ന സൂപ്പർ കപ്പാണ്. ഡ്യൂറൻ കപ്പ് നമുക്ക് കിട്ടിയില്ല, അതുപോലെ തന്നെ ISLും കിട്ടിയില്ല. ഇനി മുന്നിലുള്ളത് സൂപ്പർ കപ്പ് മാത്രമാണ്. വെറും 4 വിജയങ്ങൾ മാത്രം മതി ബ്ലാസ്റ്റേഴ്സിന് ആ ട്രോഫിയിലേക്ക് എത്താനായിട്ട്. അത് ബ്ലാസ്റ്റേഴ്സിന് സാധിക്കുമെന്ന് തന്നെ നിലവിൽ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായ TG പുരുഷോത്തമനും അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ താരങ്ങളുമെല്ലാം ഇപ്പോൾ നല്ല ആത്മവിശ്വാസത്തിലാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ കപ്പിൽ ഒരു കിരീടം നേടിക്കൊണ്ട് ആ കിരീട വരൾച്ച ബ്ലാസ്റ്റേഴ്സ് മറികടക്കുമെന്ന് തന്നെ നിലവിൽ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ISL ക്ലബ്ബുകളിൽ ഒരു മേജർ ട്രോഫി പോലും ഇല്ലാത്ത ടീം അത് ബ്ലാസ്റ്റേഴ്സ് മാത്രമാണ്. എന്തായാലും ഈ സീസണിൽ തന്നെ ബ്ലാസ്റ്റേഴ്സിന് അത് മാറ്റിക്കുറിക്കാൻ സാധിക്കട്ടെ എന്ന് തന്നെ നിലവിൽ നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം.